ആന്ധ്രാപ്രദേശിലെ നിരക്ഷരരായ മാതാപിതാക്കളുടെ മകനായാണ് കാഴ്ചപരിമിതിയുള്ള ശ്രീകാന്ത് ബോള എന്ന കുട്ടി ജനിച്ചത്. പ്രതിസന്ധികളെയും വൈകല്യങ്ങളെയും അതിജീവിച്ച് ജീവിത വിജയം കൈവരിക്കുന്നതിന്റെ സാക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതകഥ. വൈകല്യമുള്ളവൻ എന്നതിനേക്കാൾ വ്യത്യസ്ത കഴിവുകളുള്ള ആളായാണ് അദ്ദേഹം സ്വയം വിലയിരുത്തുന്നത്. എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് അദ്ദേഹം അമേരിക്കയിലെ MIT-യിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദം സമ്പാദിക്കുകയും തുടർന്ന് ഇന്ത്യയിൽ വന്ന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ബോളൻ ഇൻഡസ്ട്രീസ് എന്ന സംരംഭം ആരംഭിക്കുകയും ചെയ്തു. പാഠഭാഗത്തിലേക്ക് കടക്കാം. ഹലോ, ഞാൻ ശ്രീകാന്ത്, ഒരു സംരംഭകനാണ്. 51% ഇന്ത്യക്കാരും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്കറിയാമോ? ലോകത്തിലെ അതിസമ്പന്നരായ സംരംഭക ദമ്പതികളുടെ, എൻ്റെ മാതാപിതാക്കളുടെ കഥ ഞാൻ പങ്കുവയ്ക്കട്ടെ. അവരുടെ ചെറിയ പറമ്പിൽ നിന്നും പ്രതിവർഷം 20,000 രൂപ മാത്രമാണ് അവർ സമ്പാദിച്ചിരുന്നത്. വിവാഹിതരായ ഓരോ ദമ്പതികൾക്കും ഒരു കുഞ്ഞിനു ജന്മം നൽകുക എന്നത് സന്തോഷകരമായ കാര്യമാണ്. ആ സമയത്ത് കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം അവർക്ക് അത്ര കാര്യമായി അറിയുമായിരുന്നില്ല. എൻ്റെ മാതാപിതാക്കളിൽ ഒരാൾ പോലും ഒരു ആപ്പിൾ കണ്ടിട്ടില്ല. എനിക്ക് കണ്ണും ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ണില്ലാതെ ജനിച്ചപ്പോൾ സമൂഹം എന്നെ ഒരു ഭാരമായി കണ്ടു. എന്നെ ശ്വാസം മുട്ടിച്ചു കൊന്നുകളയണം എന്നുവരെ ചിലർ നിർദ്ദേശിച്ചു. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വലിയ കരുതലും സ്നേഹവും പകർന്നു തന്നു. തങ്ങൾ ലോകത്തിലെ ഏറ്റവും ധനികരായ ദമ്പതിമാരാണെന്ന് അവർക്ക് തോന്നി. ഞാനും എന്നെ തന്നെ ഏറ്റവും ഭാഗ്യവാനായി കണക്കാക്കുന്നു. കുട്ടിയായിരുന്നപ്പോൾ ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെ വയലിലായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിക്കാലുകൾ അദ്ദേഹത്തെ സഹായിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാക്കി. എൻ്റെ ഭാവിയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിരുന്നവരുടെ അഭിപ്രായങ്ങൾ ശരിയായിരിക്കാമെന്ന് അച്ഛൻ ചിന്തിച്ചു തുടങ്ങി. പരമ്പരാഗത കൃഷിരീതികൾ എനിക്ക് യോജിക്കുന്നില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പഠനമാണ് എൻ്റെ മാർഗമെന്ന് അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു. വളരെ അകലെയുള്ള സ്കൂളിലേക്കുള്ള ദീർഘദൂര നടത്തത്തിൻ്റെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും അധ്യാപകരും സഹപാഠികളും അവഗണിച്ചിട്ടും പിടിച്ചു നിൽക്കാൻ ഞാൻ കഠിനമായി പരിശ്രമിച്ചു. 2 വർഷത്തോളം എല്ലാ പഠന പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് അവസാന ബെഞ്ചിൽ ഞാനിരുന്നു. ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ കുട്ടിയെപ്പോലെയാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. പണത്തിൻ്റെ കുറവ് കൊണ്ടല്ല, മറിച്ച് ഏകാന്തതയും ഒറ്റപ്പെടലും കൊണ്ട്. ഒടുവിൽ എന്നെപ്പോലെയുള്ള കുട്ടികളുള്ള ഒരു സ്കൂളിൽ ഞാൻ പഠിക്കണമെന്ന് എൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും തീരുമാനിച്ചു. അങ്ങനെ എന്നെ ഹൈദരാബാദിലെ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് അയച്ചു. അവിടെ ഞാൻ മികവ് പുലർത്തി. മികച്ച വിദ്യാർത്ഥിയായി. ഉയർന്ന നേടി. ചെസ്സിലും ക്രിക്കറ്റിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റ് പോലെയുള്ള പദ്ധതികളിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനൊപ്പം പ്രവർത്തിക്കുക എന്ന പ്രത്യേക അംഗീകാരവും എനിക്ക് ലഭിച്ചു. 90%-ലധികം മാർക്കോടെ 10ാം ക്ലാസ് പൂർത്തിയാക്കിയപ്പോൾ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിൽ സയൻസ് പഠിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് വൈകല്യമുള്ളതിനാൽ ആർട്സ് വിഷയം മാത്രമേ പഠിക്കാൻ കഴിയൂ എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ എന്നെ കാഴ്ച വൈകല്യമുള്ളവനായി കണക്കാക്കിയില്ല. കാഴ്ച വെല്ലുവിളിയുള്ളവനായി കണക്കാക്കി. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മൂലം എൻ്റെ തീവ്രമായ ആഗ്രഹത്തെ പിന്തുടരാൻ എനിക്ക് അനുവാദമുണ്ടായില്ല. ഇത് അംഗീകരിക്കുന്നതിന് പകരം സർക്കാരിനെതിരെ കേസ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. 6 മാസത്തെ നിയമ പോരാട്ടത്തിനു ശേഷം എനിക്ക് സയൻസ് പഠിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ലഭിച്ചു. പക്ഷേ എൻ്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ. പഠന വിഭവങ്ങളുടെ അഭാവം ഉണ്ടായിരുന്നിട്ടും ഒരു മാർഗദർശിയുടെ സഹായത്തോടെ ഞാൻ കഠിനാധ്വാനം ചെയ്തു. അവൾ എനിക്ക് വേണ്ടി പാഠപുസ്തകങ്ങൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുകയും ഞാൻ എൻ്റെ പരീക്ഷകളിൽ 98% മാർക്ക് വാങ്ങുകയും ചെയ്തു. വൈകല്യമോ വെല്ലുവിളികളോ വകവയ്ക്കാതെ ആർക്കും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് ഇത് തെളിയിക്കുന്നു. എന്നിരുന്നാലും എൻ്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. IIT പോലുള്ള മികച്ച എഞ്ചിനീയറിംഗ് സ്കൂളുകളിലേക്ക് അപേക്ഷിക്കാൻ സമയമായപ്പോൾ എൻ്റെ അന്ധത കാരണം എനിക്ക് മത്സര പരീക്ഷ എഴുതാൻ കഴിയില്ലെന്ന് എന്നോട് പറഞ്ഞു. IITക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്കും അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മികച്ച സ്കൂളുകളിലേക്ക് അപേക്ഷിച്ചു. MIT, സ്റ്റാൻഫോർഡ്, ബർക്ക്ലി, കാർണഗി മെലോൺ എന്നിവിടങ്ങളിൽ ഞാൻ അംഗീകരിക്കപ്പെട്ടു. ഞാൻ MIT തിരഞ്ഞെടുത്തത് അതിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ അന്തർദേശീയ അന്ധവിദ്യാർത്ഥിയായി. MITയിൽ ആയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാവിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ വിവാഹം കഴിച്ച് സ്ഥിരതാമസമാക്കി കോർപ്പറേറ്റ് അമേരിക്കയിൽ ജോലി ചെയ്യണമോ? അല്ല, ഞാൻ അഭിമുഖീകത പരിഹരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അന്ധരായ കുട്ടികളെ പിറകിലത്തെ ബെഞ്ചിൽ എന്തിനിരുത്തണം? ഇന്ത്യയുടെ ജനസംഖ്യയുടെ 10% വരുന്ന അംഗവൈകല്യമുള്ളവരെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് എന്തിനൊഴിവാക്കണം? ഈ ചോദ്യങ്ങൾ എന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. കോർപ്പറേറ്റ് അമേരിക്കയിലെ എല്ലാ അവസരങ്ങളും ഉപേക്ഷിച്ച് ഭിന്നശേഷിക്കാർക്കായി ശക്തമായ ഒരു പിന്തുണ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനായി ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങി.